മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും പിറന്നാൾ ആഘോഷിക്കാൻ പോയിട്ട് കരുണേനെയും മഹാലക്ഷ്മിയെയും ചേർത്ത് നിർത്തി മോഹിനി കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതാണെങ്കിൽ കരുണയ്ക്ക് ഒട്ടും ഇഷ്ടമാവണമെന്നില്ലെങ്കിലും ഈ കണ്ണനെയും മഹാലക്ഷ്മിയും ഭയന്നിട്ട് കരുണ അതിനെല്ലാം നിന്ന് കൊടുക്കുന്നുണ്ട്. പിന്നീട് കരുണ പോയതും ഈ പ്രതാപൻ്റെ അമ്മയും കണ്ണനോട് പറയുന്നുണ്ട്, മോനെ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ മോൻ നടന്നു തുടങ്ങിയ വിവരം കരുണമോൾ ഒരിക്കലും അറിയരുതെന്ന് പറയുമ്പോൾ നിങ്ങളെ തന്നെ അറിയിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല, പക്ഷേ ആ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു പോയതാ. എന്തായാലും സ്വന്തം ഭാര്യയെ, അതും പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഭാര്യയെ ഒരാൾ കൊല്ലാൻ നോക്കുമ്പോൾ എത്ര അവശതയുള്ള ആളാണെങ്കിലും തനിയെ എഴുന്നേറ്റ് പോകും. എന്തായാലും ഇത്രയും നാളും ഞാനിത് മറച്ചു വെച്ചത് നിങ്ങളെപ്പോലെയുള്ള മനസ്സിന് കുശുമ്പ് ബാധിച്ചവർ സന്തോഷിച്ചോട്ടെ എന്ന് കരുതിയ. എന്തായാലും ഒരു ദിവസം എല്ലാവരും ഇത് അറിയുന്നു. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ വിഷമത്തോട് നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ മഞ്ജുവിൻ്റെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ല് അടിച്ചതും സാഹർ വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ സാറും മേഡോ ആയിരുന്നോ, എന്താ പ്രത്യേകിച്ച് ഇതെവിടെ പോയിട്ട് തന്നെയാന്നൊക്കെ ചോദിക്കുമ്പം ഇന്ന് എൻ്റെ അമ്മയുടെ പിറന്നാളായിരുന്നു, അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിയാ അമ്മയ്ക്ക് മുറിച്ച കേക്കിൻ്റെ ഒരു കഷ്ണവും നിനക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നാന്നും പറഞ്ഞ് മഞ്ജുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മഞ്ജുവിനോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ കുറച്ച് ദിവസം കമലേശ്വരത്തേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ വന്നേന്ന് പറയുമ്പം സാഗർ ചോദിക്കുന്നുണ്ട്, അത് വേണോ കണ്ണൻ സാറേ, ഇങ്ങനത്തെ സാഹചര്യത്തിൽ അങ്ങോട്ട് ചെന്നാൽ ശരിയാവുമോ? എന്തായാലും ഒരു പ്രാവശ്യം മഞ്ജുവിൻ്റെ കുഞ്ഞിനെ കളയാൻ നോക്കിയതല്ലേ മഞ്ജുവിൻ്റെ അമ്മ. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അനന്തുവേട്ടൻ്റെ വീട്ടിലോട്ട് പോകും, അപ്പോൾ പിന്നെ നീ കണ്ണേട്ടന് കൂട്ടായിട്ട് അവിടെ വേണം, അതുകൊണ്ടാണ് നിന്നെ വിളിക്കാൻ വന്നതെന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, മേഡം അവിടെ ഇല്ലാത്തപ്പോൾ കണ്ണൻ സാറിന് കൂട്ടിന് മഞ്ജു ഉള്ളത് നല്ലതാണ്, എന്തായാലും കണ്ണൻ സാറിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ, എന്തായാലും മഞ്ജു വന്നോളും, ഞാൻ എന്തായാലും മഞ്ഞില്ല എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, സാഗറും പോരെ, സാഗറിൻ്റെ വീടല്ലേ അതെന്ന് പറയുമ്പം ഇല്ല കണ്ണൻ സാറേ, ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മഞ്ജുവിൻ്റെ അമ്മ ഓരോ കുത്തുവാക്കുകൾ പറയൽ തുടങ്ങും, പിന്നെ അതിന് മറുപടി പറയണം, അതിനൊന്നും വയ്യാത്തത് കൊണ്ടാണ് ഞാൻ മഞ്ഞില്ല എന്ന് വെച്ചത്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, നിനക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ഇനി ഒരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നിൻ്റെ നാത്തൂന് ഇത്രയും നാളും എല്ലാവരും ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണം മേശപ്പുറത്ത് വന്നിരുന്ന് കഴിക്കലല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴാണെങ്കിൽ അവൾ നിനക്കും എല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. ആ സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട്, നേരാണോ എന്ന് ചോദിക്കുമ്പം ഞങ്ങൾ പറഞ്ഞത് നേരാ, അല്ലെങ്കിൽ മഹിയോട് ചോദിക്കുക, ഇപ്പോൾ അവൾ നല്ലൊരു വീട്ടമ്മ ആയിക്കൊണ്ടിരിക്കുക, ഇനി ഏത് സാഹചര്യം വന്നാലും അവൾ അതനുസരിച്ച് ജീവിച്ച് പോയിക്കോളും, ഇപ്പോൾ വീട്ടിലുള്ള എല്ലാ ജോലികളും കരുണ തന്നെ ചെയ്യണേന്ന്. അന്നേരം മഞ്ജുവിനെ അത് വിശ്വസിക്കാൻ പറ്റണില്ല. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അതെന്തുകൊണ്ടാണ് കരുണയെടുത്ത് അങ്ങനെ ചെയ്യണേ, അല്ലെങ്കിൽ ഒരു ജോലിയും ചെയ്യണേ അല്ലല്ലോ എന്ന് പറയുമ്പോൾ ആ കരുണയെ ഞങ്ങൾ പേടിപ്പിച്ച് നിർത്തിയേക്കണേ, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പം അതിൻ്റെ കാരണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇപ്പം തന്നെ വീട്ടിൽ ചെന്ന് കരുണയെ പിടിച്ച് പുറത്തേക്കാക്കും, അതുകൊണ്ട് തൽക്കാലം നീ ആ കാരണമൊന്നും അറിയണ്ട, വീട്ടിൽ വരുമ്പോൾ കാണാൻ കരുണ അവിടെ കിടന്ന് പണിയെടുക്കണേന്ന്. അങ്ങനെ മഞ്ജുവിനോടും സാഗറിനോടും കമലേശ്വരത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് കണ്ണനും മഹാലക്ഷ്മി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയാണ്. കരുണയാണെങ്കിൽ ഇങ്ങനെ ആകെ ദേഷ്യം കയറി നിൽക്കുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മയ്ക്കും കരുണയോട് മിണ്ടാൻ തന്നെ പേടിയായിട്ട് പ്രതാപൻ്റെ അമ്മ പതിയെ ചെന്നിട്ട് മോളേന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. മോള് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് പോകണോളൂ എന്തിയെന്ന് ചോദിക്കുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അല്ല മോള് പോവുകയാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാന്ന് പറയുമ്പം എനിക്ക് കുറച്ച് സമയം അനുവദിച്ചിട്ടുള്ളൂ, അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചെല്ലണം, ഇനി ഞാൻ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് തന്നെ പോണേന്ന് പറയുമ്പം പ്രതാപൻ ചോദിക്കുന്നുണ്ട്, മോൾ എന്താ തീരുമാനിച്ചേക്കണേ, ഇനി ലക്ഷ്മി ജോലി ചെയ്യണമെന്ന് പറയുമ്പം ചെയ്യില്ല എന്ന് മുഖത്ത് നോക്കി പറയാനാണോ തീരുമാനിച്ചേക്കണേന്ന് ചോദിക്കുമ്പോൾ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, എന്തായാലും അവളിപ്പോൾ ഭർത്താവിൻ്റെ കൂടെ പാറിപ്പറന്ന് നടക്കുമല്ലേ, അവളെ ഞാനിനി അധികം അങ്ങനെ പാറിപ്പറന്ന് നടക്കാൻ സമ്മതിക്കൂല, ഞാൻ ചിലതൊക്കെ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അത് നടപ്പിലാക്കുമെന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, മോളെ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിമിഷം നിൻ്റെ അച്ഛൻ ജയിലിൽ പോകുമെന്ന് പറയുമ്പം അതിനെന്താ അച്ഛന് ജയിലിൽ പോകാൻ പേടിയൊന്നുമില്ലല്ലോ, പിന്നെ ഇപ്പം എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം അത് മോളെ 10-20 വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതകത്തിൻ്റെ പേരിൽ ഞാൻ ജയിലിൽ പോകുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ അച്ഛൻ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ണനെയും മഹാലക്ഷ്മിയെയും കൊന്നിട്ടാണെങ്കിലും ജയിലിൽ പോകുന്നാലോ, എന്നിട്ട് എന്താ ഇപ്പം ഇങ്ങനെ പറയണേന്ന് ചോദിക്കുമ്പം അത് കണ്ണനെയും മഹാലക്ഷ്മിയെയും കൊന്നിട്ടല്ലേ, കണ്ണനെയും മഹാലക്ഷ്മിയെയും കൊന്നിട്ട് ജയിലിൽ പോണേനൊന്നും എനിക്ക് മടിയില്ല എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, എനിക്കും ഇപ്പോൾ ജയിലിലേക്ക് പോകാൻ മടിയൊന്നുമില്ല അച്ഛാന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയ്ക്ക് നല്ല പേടിയായിട്ട് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, മോളെ ജയിലിൽ അത്ര സുഖമൊന്നും അല്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന ജോലിയുടെ പകുതി പോലും ജയിലിൽ ചെയ്യണ്ടല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ല മോളെ, ഈ പ്രതാപൻ പല പ്രാവശ്യം ജയിലിൽ പോയേക്കണതല്ലേ, അവിടെ ഭയങ്കര കഷ്ടപ്പാടാണ്. ആ സമയം കരുണയാണെങ്കിൽ എന്ത് കഷ്ടപ്പാടാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ തീരുമാനിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തുമെന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മയും പ്രതാപന് ചോദിക്കുന്നുണ്ട്, മോളെ എന്താ പ്ലാൻ ചെയ്തേക്കണേ.
സമയത്ത് കർണ ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്, ഞാൻ പ്ലാൻ ചെയ്തതൊക്കെ നടന്നു കഴിയുമ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. എന്തായാലും ഞാൻ നിങ്ങളോട് ആരോടും പറയാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ എന്തായാലും പോവുകയെന്നും പറഞ്ഞ് കർണ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. കർണ പോയി കഴിഞ്ഞതും പ്രതാപനും പ്രതാപൻ്റെ അമ്മയ്ക്കും പേടിയായിട്ട് പ്രതാപൻ്റെ അമ്മ അടുത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അമ്മേ നമുക്ക് ഏതെങ്കിലും സ്ഥലത്തേക്ക് ദേശാടനത്തിന് പോകാം, എന്നിട്ട് നല്ലോണം പ്രാർത്ഥിക്കാം, നമ്മളുടെ മോളുടെ മനസ്സിന് ശാന്തി കിട്ടാനും പ്രാർത്ഥിക്കാം. എന്തായാലും ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കാടാന്ന് പറഞ്ഞ് പ്രതാപൻ്റെ അമ്മ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയാണെങ്കിൽ കമലേശ്വരത്തേക്ക് തിരിച്ചു വരാണ്. ഈ സമയത്ത് ഉണ്ണി പതിവ് പോലെ ഡയറിയിൽ കണക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കരുണ അങ്ങോട്ട് ചെന്നതും ഉണ്ണി ചോദിക്കുന്നുണ്ട്, നിൻ്റെ അമ്മയുടെ പിറന്നാളാഘോഷമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, അടിച്ചു പൊളിച്ചു എന്ന് ചോദിക്കുമ്പം പിറന്നാളൊക്കെ അടിച്ചു പൊളിച്ചു, ഞാനല്ല അവളും അവളുടെ ഭർത്താവും അന്ന് മാത്രമെന്ന്. ആ സമയം ഉണ്ണി പറയുന്നുണ്ട്, ഇതറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞ്, പിന്നെ നീ എന്തിനാ പോയേ, അവർ വിളിക്കുമ്പോൾ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇനി ഇതുപോലെയുള്ള ആഘോഷങ്ങൾ ഒരുപാട് കാണാനിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇനി നമ്മൾ തമ്മിലുള്ള ജീവിതം അധിക നാളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, അതെന്താ കരുണ നീ അങ്ങനെ പറയണേ, നീ എന്നെ ഡൈവോഴ്സ് ചെയ്യാൻ പോകണമെന്ന് ചോദിക്കുമ്പം ഞാനല്ല മിക്കവാറും ഉണ്ണിയേട്ടൻ തന്നെ എന്നെ ഡൈവോഴ്സ് ചെയ്യുമെന്ന് പറയുമ്പം അതെന്തിനാണെന്നാണ് ഞാൻ ചോദിക്കണേന്ന് പറയുന്ന സമയത്ത് കരുണ പറയുന്നുണ്ട്, അതിൻ്റെ കാരണമൊന്നും ഞാനിപ്പോൾ പറയണില്ല, പക്ഷെ അധികം വൈകാതെ തന്നെ ആ കാരണം ഉണ്ണിയേട്ടനെ തേടിയെത്തുമെന്ന്. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, നിനക്ക് ശരിക്കും എന്താ പറ്റിയത്, നിൻ്റെ മനസ്സിൽ എന്താ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നീ എന്തിനാ മഹാലക്ഷ്മിയുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കണേ, ഇത് തന്നെ അമ്മയും ചോദിക്കണേ, അതെന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഉണ്ണിയേട്ടന് എന്നെ ഡൈവോഴ്സ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഉണ്ണിയേട്ടൻ പറഞ്ഞാൽ മതി, ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് ഒപ്പിട്ട് തരാം. ഞാൻ ഇങ്ങോട്ട് വിവാഹം കഴിഞ്ഞ് വരുന്നത് വരെയും ഞാൻ വിചാരിച്ചിരുന്നത് ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യവതി ഞാനാണ്, അങ്ങനെ ഞാൻ അഹങ്കരിച്ചിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞ് വന്നതോടുകൂടി എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതമാകെ മാറി മറിഞ്ഞു എന്ന്. വിവാഹത്തിന് മുമ്പ് ഞാൻ രാജകുമാരിയും ആ ലക്ഷ്മി എൻ്റെ ദാസിയുമായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ നേരെ തിരിച്ചായി. അതുകൊണ്ട് എന്നെ വേണ്ടാന്ന് വയ്ക്കണമെന്ന് എപ്പോൾ തോന്നണോ അപ്പോൾ ഉണ്ണിയേട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എന്നെ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുവന്ന് വിട്ടോന്ന്. അങ്ങനെ കരുണ പറഞ്ഞുകൊണ്ട് പോയതും ഉണ്ണിയാണെങ്കിൽ ഇവള് പറഞ്ഞത് എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദുർഗേനെയാണ്. ദുർഗയാണെങ്കിൽ എന്തോ ദേഷ്യം കയറിയതുപോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ്റെ കാറിൻ്റെ ഒച്ച കേട്ടതും ദുർഗയാണെങ്കിൽ എഴുന്നേറ്റ് വരുന്നുണ്ട്. ദുർഗ നോക്കണ സമയത്ത് കാറിൽ നിന്ന് മഹാലക്ഷ്മിയും കണ്ണനും ഇറങ്ങുന്നുണ്ട്. കൂടെ മഞ്ജു ഉണ്ട്. അത് കണ്ടതും ദുർഗയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമാവണില്ല. പിന്നീട് മഞ്ജു കണ്ണൻ്റെ വീൽ ചെയർ ഉന്തി അകത്തേക്ക് വന്നതും കണ്ണൻ പറയുന്നുണ്ട്, ഇന്നു മുതൽ ഒരതിഥിയുണ്ട്, ഇവൾ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കാണും. ആ സമയത്ത് നിങ്ങൾ ആവശ്യമില്ലാതെ അവളുടെ കുഞ്ഞിനെ കളയാനൊന്നും നോക്കണ്ട. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ മൈൻഡുള്ളവർ ജയിലിൽ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെയുള്ള കുറച്ചധികം പേരിപ്പോൾ പുറത്ത് നിൽക്കുക. ആ സമയത്ത് കരുണ അങ്ങോട്ട് വരുന്നുണ്ട്. കരുണയെ കണ്ടതും മഹാലക്ഷ്മി വന്നിട്ട്, നീ എത്തിയോ, പിന്നെ കുറച്ച് ദിവസം മഞ്ജു ഇവിടെ ഉണ്ടാവും, അപ്പോൾ മഞ്ജുവിൻ്റെ എല്ലാ കാര്യങ്ങളും നീ തന്നെ വേണം നോക്കാൻ, അതിന് ഒരു കുറവും വരുത്താൻ പാടില്ല. ആ സമയം കണ്ണൻ പറയുന്നുണ്ട്, അതെന്താടി അത് കേട്ടപ്പോൾ നിനക്കൊരു ദേഷ്യം, എന്തായാലും നീ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തിക്കൊള്ളണം, മഹി പറഞ്ഞല്ലോ അതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അതിപ്പോൾ സന്തോഷം പറഞ്ഞ കാര്യമല്ലല്ലോ കണ്ണേട്ടൻ പറഞ്ഞ, അതുകൊണ്ടായിരിക്കും ദേഷ്യം എന്ന്. പിന്നീട് മഹാലക്ഷ്മി ആണെങ്കിൽ മഞ്ജുവിനോട് നീ വേഷം മാറിയിട്ട് വരാമെന്നും പറഞ്ഞ് അവരെല്ലാവരും റൂമിലോട്ട് പോകുന്നുണ്ട്. മഞ്ജു മഹാലക്ഷ്മി പോയി കഴിഞ്ഞതും കണ്ണനാണെങ്കിൽ ദുർഗയോടും കരുണയോടും ആയിട്ട് പറയുന്നുണ്ട്, സാഗറിനെക്കുറിച്ച് നമുക്ക് കുറേ അധികം സംശയങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവൻ അങ്ങനെയൊന്നുമല്ല, അവൻ മഞ്ജുവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ജുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞപ്പം അവൻ നെറ്റി ചുളിച്ചത്. അവർ നല്ല പേടിയുണ്ട് മഞ്ജുവിന് എന്തെങ്കിലും പറ്റുമെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും ഒരു കാര്യം പറയാം, നിങ്ങൾ ആവശ്യമില്ലാതെ അവളെ ഉപദ്രവിക്കാൻ നിൽക്കരുത്. ഇങ്ങോട്ട് അവളെ കൊണ്ടുവന്നത് പോലെ തന്നെ എനിക്ക് തിരിച്ചു കൊണ്ടുപോയി വിടാനുള്ളതാണ്. അല്ലാണ്ട് നിങ്ങൾ എന്തെങ്കിലും ഉപദ്രവിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ അനുഭവിക്കുന്നു. ആ സമയത്ത് ദുർഗ പരിഹാസത്തോടുകൂടി കൈ കൂപ്പിക്കൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങൾ അവളെ ഒന്നും ചെയ്യണില്ലേന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാമെന്നും പറഞ്ഞ് കണ്ണൻ അങ്ങോട്ട് പോകുന്നുണ്ട്. കണ്ണൻ പോയി കഴിഞ്ഞതും ദുർഗയാണെങ്കിൽ കരുണയോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്തൊക്കെയാണ് ഇവിടെ നടക്കണേ, ഇപ്പോൾ തന്നെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക, അതിനനുസരിച്ച് മോളുടെ ജോലിയും കൂടും, എന്നോടാണെങ്കിൽ അടുക്കളയിലേക്ക് കയറരുതെന്നാണ് പറഞ്ഞേക്കണേന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, എന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മഹാലക്ഷ്മി ഇതുപോലെയൊക്കെ ചെയ്യണത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോരുത്തരെയൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്, ഇനി ഇവിടുത്തെ എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യണ്ടേ, എന്തായാലും ഞാനിപ്പോൾ രണ്ടും കെട്ട് നിൽക്കാം, ഇനിയിപ്പോൾ ഇത് അധികം സഹിച്ചുകൊണ്ട് നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല, ഞാൻ അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധി അനുഭവിച്ചു കഴിഞ്ഞു, ഇതുപോലെ നാണം കെട്ട് ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല, അമ്മ നോക്കിക്കോ, കുഞ്ഞിനെ നഷ്ടപ്പെടാൻ പോകുന്നത് മഞ്ജുവിനല്ല, അവൾക്ക്, ആ മഹാലക്ഷ്മിക്ക്, അവളുടെ കുഞ്ഞിനെ ഞാൻ കളയും എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് കരുണ അങ്ങോട്ട് പോകുന്നുണ്ട്. കരുണ പോയി കഴിഞ്ഞതും ദുർഗ ഇവളെന്താ ഉദ്ദേശിക്കണതെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയാണ്. പ്രതാപനാണെങ്കിൽ തീർത്ഥാടനത്തിന് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വയ്ക്കുകയാണ്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ബാഗൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും വാടാ നമുക്ക് ഇറങ്ങാം, ഒരുപാട് നേർച്ചകളൊക്കെ ബാക്കിയുണ്ട്,
പല കാര്യങ്ങളും നമ്മൾ നേർന്നതുപോലെ ഒന്നും നടന്നില്ല, അതുകൊണ്ട് അതൊന്നും ചെയ്യാണ്ടിരുന്നാൽ ഇനിയിപ്പോൾ എന്തായാലും നടക്കണതൊന്നും നോക്കണ്ട, കാര്യങ്ങളൊക്കെ നടത്തിയേക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവർ പോകാനിറങ്ങുമ്പം മോഹിനി അങ്ങോട്ട് വരുന്നുണ്ട്. മോഹിനി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, രണ്ടുപേരും ഇതെവിടെ പോവാന്ന് ചോദിക്കുമ്പം ഞങ്ങൾ കുറച്ച് തീർത്ഥാടനത്തിന് പോവുക, നാളെ തിരിച്ചു വരുള്ളൂ എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, എന്തായാലും തീർത്ഥാടനത്തിന് പോകുമ്പോൾ നല്ല നല്ല അമ്പലങ്ങളിൽ പോയി നല്ല നല്ല കാര്യങ്ങൾ പ്രാർത്ഥിക്കുക, അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ എന്തായാലും നീ പ്രാർത്ഥിച്ച് നിൻ്റെ മരുമകനെ നടത്തിയില്ലോ എന്ന് പറയുന്ന സമയത്ത് മോഹിനി പറയുന്നുണ്ട്, ശരിക്കും കണ്ണൻ നടക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ മകനായിരുന്നു, ഇങ്ങനെ ഒറ്റൊരുത്തം കാരണം കണ്ണൻ വീൽ ചെയറിലായത്. എന്തായാലും ദൈവങ്ങൾ എന്തൊക്കെയോ അത്ഭുതം കാണിച്ചതുകൊണ്ടാണ് ഇപ്പോൾ കണ്ണൻ എഴുന്നേറ്റ് നടക്കണേ. അത് അമ്മയ്ക്കും മകനക്കും ഓർമ്മയുണ്ടായാൽ മതി. എന്തായാലും അന്ന് ഇയാൾ അവരെ വണ്ടി ഇടിച്ച സമയത്ത് ലക്ഷ്മി മോള് കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഇങ്ങേരെ ഓർത്തോ പിന്നീട് കണ്ണനെ ലക്ഷ്മി മോള് വിവാഹം കഴിക്കുമെന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, എടി അന്ന് ആ വണ്ടി ഇടിച്ച് കണ്ണനിങ്ങനെ വൈകല്യം ഉണ്ടായതുകൊണ്ട് എൻ്റെ കരണമോൾക്കൊപ്പം ലക്ഷ്മീനെയും അങ്ങോട്ട് വിടാൻ ഞങ്ങൾ തീരുമാനിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ലക്ഷ്മിയെ കണ്ണന് വിവാഹം കഴിച്ച് കൊടുക്കില്ലായിരുന്നു. ആ വിവാഹം നിങ്ങളുടെ തീരുമാനം കൊണ്ട് നടന്നതല്ല, അത് ശരിക്കും ദൈവത്തിൻ്റെ തീരുമാനം കൊണ്ട് നടന്നേ എന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ഇവളെ ദൈവം കാണാൻ വന്നിരുന്നു, എന്നിട്ട് ദൈവം ഇവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞടാ പ്രതാപാന്ന്. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, ദൈവങ്ങൾ നേരിട്ട് വന്ന് കാര്യങ്ങളൊന്നും പറയണ്ട, അവർ മറിഞ്ഞിരുന്ന് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കും. ഇപ്പം എൻ്റെ ലക്ഷ്മി മോള് സന്തോഷമായിട്ട് ജീവിക്കണ കണ്ടിട്ടല്ലേ എൻ്റെ മോളെ നിങ്ങൾ കൊല്ലാൻ നോക്കിയത്, കരുണയ്ക്ക് അവിടെ എന്ത് കുഴപ്പമുള്ളത്, കരുണ അവിടെ സുഖമായിട്ടല്ലേ ജീവിക്കണേന്ന് ചോദിക്കുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, എൻ്റെ മോളെ അവിടെ അടുക്കളപ്പണി എടുത്താൽ ഇപ്പോൾ ജീവിക്കണേന്ന് പറയുമ്പം അന്നാ മോളെ അതിൽ നിന്ന് മാറ്റി നിർത്തണം, എന്തായാലും അവളും അവളുടെ ഭർത്താവും നന്നായി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, പ്രതാപ നമ്മളൊരു നല്ല കാര്യത്തിന് പോകാനായിട്ട് ഇറങ്ങിയതല്ലേ, നമ്മൾ വ്രതഭക്തിയോടുകൂടി പോണോടത്ത് നമ്മളുടെ വ്രതം തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇവള് നമ്മളോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മളെ ദേഷ്യം പിടിപ്പിക്കണേ, നമുക്കിനി ഇവളോട് സംസാരിച്ച് നിൽക്കണ്ട പോകാമെന്നും പറഞ്ഞ് പ്രതാപനോട് പറയുന്നുണ്ട്. പിന്നീട് മോഹിനിയോട് പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ മോള് നല്ല രീതിയിൽ പ്രസവിക്കാൻ പോണില്ലാന്ന്. അത് കേട്ടതും മോഹിനിയാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.